ഹലോ ഗൈസ്, ഇന്നൊരു യാത്ര പോവുകയാണ്. നമ്മള് ഒരു കല്യാണ വീട്ടിലോട്ടാണ് യാത്ര പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കണം, ഇങ്ങ് വരണം. അങ്ങനെ 2 പരിപാടികളാണ്. അമ്മയുണ്ട്, പെണ്ണുണ്ട്, പിന്നെ മോനുണ്ട്. ഹായ് ഓട് മക്കളെ, ഹായ് ഓട്. ഹായ് കൊടുത്ത്. ഇനി നമ്മൾ അങ്ങോട്ട് പോണ വിശേഷങ്ങളാണ്. യാത്ര പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പം മറ്റേ തോടൊക്കെ ചേർന്നൊരു റോഡാണ്. അപ്പോൾ അതുവഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മള് അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറെന്താ പറഞ്ഞാൽ എല്ലാവർക്കും സുഖം തന്നെ. നല്ലൊരു ദിവസമാവട്ടെ. ഇതാണ് നമ്മുടെ നാട്ടിലെ തോട്. ഒരുപാട് ചെളിയും കാര്യങ്ങളും ഒക്കെ ആയി. നേരത്തെ ഒരുപാട് പേര് കുളിച്ചോണ്ടിരുന്നതാണ്. ഇപ്പം ആരും കുളിക്കൊന്നുമില്ല. എല്ലാവരും കുളിമുറിയും കാര്യങ്ങളിലോട്ടും ആയി. അതുകൊണ്ടിപ്പം കുളിയൊക്കെ കുറവാണ്. 2 ചിക്കു ഷേക്ക്. ഹലോ, അങ്ങനെ നമ്മള് വേങ്ങോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ വേങ്ങോട് ആ വീട്ടിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല ചൂട്, നല്ല യാത്രയായിരുന്നു. ബമ്പുണ്ട്. ഫ്രണ്ടിൽ നമ്മളെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആള്. ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറാം. ഇതാണ് വീട്ടിൻ്റെ ഉടമ. ഇവിടെയാണ് കല്യാണം. അമ്മേരെ എൻ്റെ സഹോദരിയായിട്ട് വരും. അതെന്താ ചാടിയൊരു പോക്ക്. ഇനി ഇവിടെ കിടക്കട്ടെ. ഹലോ, ഇവിടെ എത്തി. ഇതാണ് വീട്. ഇവിടെയാണ് കല്യാണം നടക്കാൻ പോണത്. വീടിനകത്ത് പെയിന്റിങ്ങിന്റെ പണിയൊക്കെ നടക്കുകയാണ്. പിന്നെ മോന് ആകെ ത്രില്ലിലാണ്. ഇവിടെ കുറെ കിളികളും കാര്യങ്ങളും ഉണ്ട്. അപ്പം അത് നോക്കി നിൽപ്പതാണ്. ഇപ്പം അവൻ്റെ പരിപാടി. ഇപ്പം കമ്പിയൊക്കെ എടുത്തെറിയുന്നുണ്ട്. പിന്നെ കുറേ ചെടികളിങ്ങനെ, ചെടിച്ചട്ടിയിൽ കുറേ ചെടികളിങ്ങനെ വെച്ചിട്ടുണ്ട്. കാറ് കാര്യങ്ങൾ, നമ്മളെ വണ്ടി, നമ്മൾ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് ഈ ഇരിക്കുന്നത്. ഇതൊരു ഗ്രൈൻഡറാണ്, ചെറിയ ഗ്രൈൻഡറാണ് മേടിച്ചത്. ഗിഫ്റ്റ് കൊടുക്കാനാണ് വന്നത്. പിന്നെ വലിയ പെയിൻറ്റിങ്ങിൻ്റെ ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് എത്രയുള്ള വീഡിയോ എടുക്കാം, പിന്നീട് എടുക്കാം. ഈ വീട്ടിൽ വന്നപ്പോഴേ ഇഷ്ടാങ്കിൽ ഇങ്ങനെ മീനുകൾ. അപ്പം മീനുകൾ കണ്ടിട്ട് ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക. മീന് നല്ല പല കളറിലെ മീനുകളാണ്. അല്ല, ഇത് കണ്ടിട്ട് പയ്യനിങ്ങനെ അതിലിട്ടിങ്ങനെ അടിക്കുന്നുണ്ട്. അത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇതാണ് വേറൊരു വീടിൻ്റെ പൊസിഷൻ. കുറേ നല്ല രസമുണ്ട് വീട്. പയ്യൻ അവിടെ പെയിൻറ്റിങ് അടിക്കുന്നവരെയൊക്കെ കാണാൻ അകത്തോട്ട് പോയാൽ നമ്മുടെ അകത്തൊക്കെ കയറി പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈഫ് എന്തോ ആലോചിച്ചിരിക്കുകയാണ്. ഇനി ചോറ് കഴിക്കണം എന്നൊക്കെ ഉള്ള ചിന്തയിലാണ്. വീണ്ടും അടിക്കാൻ വേണ്ടി നുഴഞ്ഞ് കയറി വരിക. ഇനി ആ ഇഷ്ടാങ്കിലിട്ട് ഇങ്ങനെ അടിക്കും. കണ്ട ഇതാണ് അവൻ്റെ പണി. വീട് പെയിൻറ്റിങ്ങിൻ്റെ കാരണം കൊണ്ട് വീട് ഫുള്ള് പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളും നടക്കുകയാണ്. അപ്പോൾ സാധനങ്ങളെല്ലാം ടേബിളിൻ്റെ പുറത്തൊക്കെ വാരി ഇട്ടേക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു വീടാണ്. പിന്നെ ഇതാണ് സൂക്കേഴ്സ്. ഇവിടുത്തെ പട്ടി കുഞ്ഞതിഥി ഇതാകും. അത് ഈ വീട്ടിൽ ഫുൾ സ്വാതന്ത്ര്യമാണ്. അതാണ് അതിൻ്റെ മുറി. അത് പട്ടി സ്വന്തമായിട്ട് തുറന്ന് അതിനകത്ത് കയറി പോവുകയാണ്. ഡോറ് സ്വന്തമായിട്ട് അടയ്ക്കുമോ? ഇല്ല. വീണ്ടും തിരിച്ചു വരിക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇത് നോക്കി ഒരു ആനയാണ്. നല്ല രസമുണ്ട്. എല്ലാം ഗൾഫിലുള്ള സാധനങ്ങളല്ല. ആന, കോഴി, വള്ളത്തിൽ കുറേ ഇതൊക്കെ വെച്ച് കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. കൊട്ട ഇങ്ങനെ വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിൽ.
നല്ല ഭംഗിയാണ് അത് കാണാനൊക്കെ. അങ്ങനെ വീട്ടിലും മുക്കിലും മൂലയിലും ഓരോ സാധനങ്ങളും എല്ലാം പുറത്തുനിന്നുള്ള സാധനങ്ങളാണ്. പെയിന്റിങ്ങിന്റെ കാരണം കൊണ്ടെല്ലാം പുറത്ത് വലിച്ചേരി ഇട്ടേക്കുന്നത്. ഹായ്, നല്ല ചിത്രമല്ലേ? നല്ല മനോഹരമായ ചിത്രമല്ലേ? ബുദ്ധന്റെ രൂപമൊക്കെ ഉണ്ട് വീട്ടില്. സ്റ്റെയർ കയറി ഇങ്ങനെ വരുമ്പോൾ എന്താ കൃഷ്ണന്റെ വിഗ്രഹം, നല്ല രസമുണ്ട്. കൃഷ്ണൻ വിഷുവിനൊക്കെ എല്ലാവർക്കും വേണമെങ്കിൽ വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കാം. ഇതാണ് ഈ വീട്ടിലെ മെയിൻ ആള്. ഈ വീട്ടിലെ ഒരേ ഒരു ഉടമ ഇതാണ്. അമ്മേടെ ചേച്ചിയാണ്. നല്ല സ്നേഹമുള്ള കുട്ടികൾ. അത് പറയാം. എന്റെ മോനാണ്. നല്ല കൊച്ചു, നല്ല കൊച്ചാട്. എല്ലാം നമുക്ക് പറഞ്ഞു തരും. നല്ല നല്ല മോനാണ്. ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 5-6 കറിയൊക്കെയാണ് നമ്മൾ കഴിച്ചത്. ശരി, അപ്പൊ പോവാം. അമ്മ പോവാല്ലേ? വിക്കു പോവാമ്മ, പോവാം. പോവാ. ടാറ്റ ടാറ്റ എല്ലാരും ടാറ്റ. അല്ലേ പിന്നെ പോയിട്ട് വരാം കേട്ടാ, കല്യാണത്തിന് വരാം. ഓ ശരി ശരി. ശരി, എല്ലാരും കയറിക്കോ. എല്ലാരും യാത്ര കഴിച്ച് പോകണം ഇവിടുന്ന്. ഇന്ന് നൂറ്റി വീട്ടിലോട്ട്. ശരി, പോയിട്ട് വരാം.